പരുതൂർ കുളമുക്കിൽ കുടുംബക്ഷേത്രത്തിലെ ക്ഷേത്രാചാര ചടങ്ങിനിടെ ഹനുമാൻ വേഷം ധരിച്ചയാൾ കാഞ്ഞിരക്കായ കഴിച്ച് മരിച്ചെന്ന് പ്രാഥമിക വിലയിരുത്തൽ. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ. തൃത്താല ആലൂർ സ്വദേശി കോന്തത്ത് വീട്ടിൽ ഷൈജുവാണ് മരിച്ചത്. തൃത്താല പോലീസ് സംഭവസ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ഇവിടെ നിന്നും കാഞ്ഞിരത്തിന്റെ 4 പഴങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. തൃത്താല പരുതൂർ കുളമുക്കിൽ തീയർ വിഭാഗത്തിന്റെ ആചാരമായ ആട്ടിനിടെ വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. ഹനുമാൻ വേഷം ധരിച്ചയാൾ ആചാരത്തിന്റെ ഭാഗമായി മറ്റ് പഴങ്ങൾക്കൊപ്പം പ്ലേറ്റിലുണ്ടായിരുന്ന കാഞ്ഞിരത്തിന്റെ പഴങ്ങൾ കഴിച്ചിരുന്നതായി ബന്ധുക്കൾ സ്ഥിരീകരിച്ചു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ഉടനെ പട്ടാമ്പിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. അങ്ങനെ വന്നിട്ട് ഈ ഫ്രൂട്ട്സുകളൊക്കെ വെക്കും. അതിൽ 2 പഴം ഉണ്ടായിരുന്നു. ഈ പഴം കഴിച്ചു, ഫ്രൂട്ട്സ് കഴിച്ചു. പിന്നെ ഫ്രൂട്ട്സ് വിതരണം ചെയ്തു. പിന്നെ കഴിഞ്ഞിട്ട് നേരം കിടന്നപ്പോൾ കാലിനൊക്കെ മസിൽ കയറുന്നുണ്ട് പറഞ്ഞു. ഞങ്ങൾ ഒഴിഞ്ഞിട്ട് നോക്കുമ്പോൾ മസിൽ കയറുകയാണ് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ അപ്പോൾ വണ്ടിയിലും ഉണ്ട്. അപ്പോൾ ഒരു വിലം വെച്ച പോലെ പിന്നെ പെട്ടെന്ന് തണുത്തുകൊണ്ടായി. ശരി. എത്ര മണിക്കായിരുന്നു സംഭവം? 2 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഇത് അരമണിക്കൂർ പെട്ടെന്ന് ഇത് ആയപ്പോൾ തന്നെ അപ്പം തന്നെ കൊണ്ടുപോയി. ഈ ഫ്രൂട്ട്സിന്റെ കൂടെ എത്ര കായ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? 4 കായാണ് വെച്ചത്. 2 കായട കഴിച്ചിട്ടുണ്ടാവും. ബാക്കി അവിടെ വേസ്റ്റായിട്ട് വരുന്നു. 500-ലേറെ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നാണ് വർഷം തോറും ആട്ട് നടത്താറുള്ളത്. ഇന്ന് പുലർച്ചെ 3:30-യോടെയാണ് സംഭവം. കായ കഴിച്ചതോടെ ഷൈജുവിന് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയായിരുന്നു. ഉടനെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. തൃത്താല പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ക്ഷേത്രത്തിൽ നിന്ന് കാഞ്ഞിരത്തിന്റെ പഴങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ പറയാനാകൂ എന്ന് തൃത്താല SI K ഹംസ പ്രതികരിച്ചു. കാലത്തെ ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞിട്ട് ബോഡി പട്ടാമ്പി ഹോസ്പിറ്റലുണ്ട്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടി നടക്കുന്നുണ്ട്. സംഭവസ്ഥലം നോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ സംഭവസ്ഥലത്ത് നിന്ന് ഈ കാഞ്ഞിരത്തിൻ്റെ കായ കഴിച്ചതിൻ്റെ വേസ്റ്റ് അതിൻ്റെ പാർട്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ബന്ധോസിൽ എടുത്തിട്ടുണ്ട്. ഷൈജുവിന്റെ തലയ്ക്ക് വെട്ടേറ്റ രീതിയിൽ പരിക്കുണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. വെളിച്ചപ്പാട് വിശ്വാസത്തിന്റെ ഭാഗമായി വെട്ടിയതാണെന്നും മറ്റു വിഷയങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. NCV ന്യൂസ് തൃത്താല.